Hi children, we are studying about cockroaches. You know, cockroaches are ancient insect believed to be evolved 200 million years ago, and they have survived through their immense abilities of various adaptations. That is the exoskeleton, chitinous exoskeleton, which help them to lead a terrestrial mode of life, as well as the tracheal system, the respiratory system, the branched tubule. Mm. And you remember, it can even live without the head for certain period. അപ്പോൾ അങ്ങനെ അത്രയും കാലം മുൻപേ ഈ ലോകത്തുണ്ടായിട്ടുള്ള ഇപ്പോഴും മാറ്റമില്ലാതെ ഉള്ള ഒരു ആനിമൽ എന്നുള്ള നിലയ്ക്ക് cockroaches are considered as the living fossils. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് അബൌട്ട് ഇറ്റ്സ് റീപ്രൊഡക്ഷൻ എന്നാണ്. റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് നോക്കാം. that the cockroaches are dioecious എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. sexes are separated, male and female cockroaches are there. Then the reproductive system is different. In male, a peculiar parts are present and which is differ from female. Which are the parts of male reproductive system? ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അത് നമുക്ക് മിക്കതും പിക്ചർ തന്നിട്ട് ടു ഐഡന്റിഫൈ ദ ഗിവൺ പിക്ചർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കോക്രോച്ചിന്റെ മെയിലാണോ ഫീമെയിലാണോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് അറിയാൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിൽ ഓർമ്മ വരാനായിട്ട് ഈ പിക്ചറിൽ ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ ഒരു കുരുമുളക് തിരി കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ഇരിക്കുന്നില്ലേ, ഇങ്ങനെ കുറെ മണിമണി പോലെയൊക്കെ ആയിട്ട് അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് ടെസ്റ്റിസ് എന്ന് പറയാം. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പെയേഴ്സ്, വൃഷണങ്ങൾ, ടെസ്റ്റിസ്. ഫ്രം ദിസ് ടെസ്റ്റിസ് the sperms are produced. The sperm producing reproductive structure is the primary sex organ and is the testis. They are present in pairs. അപ്പോൾ എത്രാമത്തെ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയായിട്ടാണ് അതിനെ കാണുക? You know, the abdominal region consists of around 10 segments അല്ലേ. അതില് 4th to 6th segment, 4th to 6th segment വരെയുള്ള റീജിയനിലായിട്ടാണ് ആരെ കാണുക? ദ ടെസ്റ്റിസ്. ടെസ്റ്റസ് ഈസ് പ്ലൂറൽ, ടെസ്റ്റിസ് സിംഗുലർ. ഓക്കെ, IS സിംഗുലർ. ES എന്നാണെങ്കിൽ ഇതിന് രണ്ടിനെയും കൂട്ടി പറയും. ഓക്കെ, ടെസ്റ്റസ്. ദേ പ്രസന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ലൊക്കേഷൻ. ഇനി ഈ ടെസ്റ്റിസിൽ നിന്ന് സ്പേം ഉണ്ടാവുമ്പോൾ ആ സ്പേം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരണ്ടേ, അത് ട്രാൻസ്പോർട്ട് ചെയ്യണല്ലോ. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ആർ ദർ. അപ്പൊ ഫീമെയിലിന്റെ ശരീരത്തിലേക്ക് ഈ സ്പേംസ് കൊണ്ടുപോയി കൊടുക്കണം. എന്നാലാണ് അടുത്ത ജനറേഷൻ എന്താണ് കുഞ്ഞിപ്പാറ്റകൾ ഉണ്ടാവേണ്ടത്. അപ്പോ ഈ സ്പേംസ് ടെസ്റ്റിസിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തുനിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്യണം ശരീരത്തിന്റെ പുറത്തേക്ക്. അതിനൊരു പ്രത്യേക ഡക്ട് സിസ്റ്റം ഉണ്ട്. ആ ഡക്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പാർട്സ് നോക്കാം. ദേ ആർ ദ വാസ് ഡെഫറൻസ്. ഈ പേരുകളൊന്ന് ഓർത്ത് വെക്കുക. വാസ് ഡെഫറൻസ് അതാണ് ആ സ്പേമിനെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് റീച്ച് ഇൻ ടു എ സ്ട്രക്ചർ ദാറ്റ് ഈസ് ദ സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിൽ വെച്ചിട്ടാണ് സ്പേംസ് തമ്മിൽ ഒട്ടിച്ച് ചേർന്ന് ഒരു ബണ്ടിൽ പോലെയായി മാറുക. അപ്പോൾ അതിന്റെ പേര് സ്പെർമാറ്റോഫോഴ്സ് എന്നാണ്. ആ സ്പെർമാറ്റോഫോഴ്സ് ആണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ മീൻസ് ദ എക്സ്ചേഞ്ച്, മെയ്റ്റിംഗ് എന്നർത്ഥം. ആ സമയത്ത് ഈ സ്പെർമാറ്റോഫോഴ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അപ്പൊ സെമിനൽ വെസിക്കിൾ. ഓക്കെ, ഇവിടെ ഈ കോക്രോച്ചില് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് അത്തരത്തിൽ അങ്ങനെ സ്പേമിനെ ശേഖരിച്ചു വെക്കാനായിട്ടുള്ള ഒരു പെക്യൂലിയർ സ്ട്രക്ചറിനെയാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ ഇവിടെ കണ്ടോതാ ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് വാസ് ഡെഫറൻസ്. അപ്പൊ അത് പെയേഴ്സ് ഓഫ് വാസ് ഡെഫറൻസ് പ്രസന്റ്. ഈ രണ്ട് വാസ് ഡെഫറൻസും കൂടി ചേർന്ന് അത് ഒരു സ്ട്രക്ചറായി മാറും. ദാറ്റ് ഈസ് ദ സെമിനൽ വെസിക്കിൾ. ആ സെമിനൽ വെസിക്കിൾ താഴേക്ക് ഒരു ഇജാക്കുലേറ്ററി ഡക്ട് എന്നാണ് പിന്നീട് അതിന് പറയാ. ഇജാക്കുലേറ്ററി ഡക്ട്. ആ ഇജാക്കുലേറ്ററി ഡക്ട്
opens out through an opening called the gonopore. The gonopore is surrounded by some structures that are the male external genitalia എന്ന് പറയും. ആ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. The genital opening, the gonopore is guarded by certain structures that are called the external genitalia, which is asymmetrical structures. ഒരേപോലെയല്ല, പലതും പല പല ഷേപ്പിലായിട്ട് കുറെ സ്ട്രക്ചേഴ്സ് ആണ്. asymmetrical structures made of chitinous material. ഇവിടെയൊക്കെ chitin കൊണ്ടാണ് ആ മെറ്റീരിയൽസ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. And that the external genitalia together is known as gonapophysis or phallomere. Gonapophysis or phallomere. അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ കാണും ആ ഗോണാപ്പോഫൈസിസ് ഓർ ഫാലോമിയർ എന്ന് പറയുന്നത്. അതിന്റെ ആ പെക്യുലിയർ മൂവ്മെന്റ് കൊണ്ടാണ് ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്ന് പുറത്തു വരുന്ന സ്പേംസിനെ ഫീമെയിലിന്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, which are the organs? The testis is the primary organ from which the ducts arise, vas deferens pairs join together to seminal vesicle. Then it enter into a duct called ejaculatory duct. Then the content, in the seminal vesicle, the sperms are united, forming into a bundle known as spermatophore, and it is discharged through the ejaculatory duct through an opening called gonopore. And that gonopore is surrounded by external genitalia, certain asymmetrical structures made of chitinous cuticle. And that external genitalia is known as gonapophysis or phallomere. What's the point? Then the reproductive gland. ഇതിനൊക്കെ ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ചില സെക്രീഷൻസ്, സ്പേം മാത്രം ഉണ്ടായാൽ പോരാ. സ്പേം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈവ് സെല്ലായിരിക്കണം, വേണ്ടേ? അതൊരു സെല്ല് തന്നെയാണ്. മറ്റേ ശരീരത്തിന്റെ വേറെ എവിടെ കാണുന്ന പോലെ തന്നെ ഒരു സെല്ലാണ് സ്പേം, പുംബീജം എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു ഓവവുമായി കൂടിച്ചേർന്ന് അടുത്ത ഒരു ഓർഗാനിസമായി മാറാൻ അത്രയും നേരം അത് വയബിൾ ആയിരിക്കണം, വേണ്ടേ? അത് ജീവനോട് കൂടിയിരിക്കണം. അതിലേക്ക് അതിന്റെ ആ വൈറ്റൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ സ്പേം മാത്രമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോരാനായിട്ട് ഇരുന്നാൽ അത് ചിലപ്പോൾ ഉണങ്ങി അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതിന്റെ വൈറ്റൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന് ചില ഫ്ലൂയിഡിന്റെ ഉള്ളിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കണം. ആ ഫ്ലൂയിഡ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റീപ്രൊഡക്ഷനിൽ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുമ്പോഴും അവിടെ ഒരു lubricating ഫ്ലൂയിഡിന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെയും കുറച്ച് ഫ്ലൂയിഡ് ആവശ്യമാണ്. ആ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡിനെയാണ് എന്ത് പറയാ, റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് എന്ന് പറയാം. അങ്ങനെ കാണുന്ന ഒരു റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡിന്റെ പടമാണ് ഈ കാണുന്നത്. കണ്ട, പൂ പോലെ ഇരിക്കുന്ന ഈ ഗ്ലാൻഡ്, ഈ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്. ഈ പൂ പോലെ ഇരിക്കുന്നത് ഈ സെമിനൽ വെസിക്കിളിന്റെ മീതിയാണ് കേട്ടോ. അത് വേറൊരു ഫിഗറിൽ സെമിനൽ വെസിക്കിൾ നോക്കി കാണിച്ചു തരാം. ആൻഡ് ഹിയർ we can see the gland. That gland is the mushroom shaped gland. അല്ലെ, ഒരു എന്താ പറയാ, കൂണ് പോലെ തോന്നണില്ലേ? മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. അല്ലെങ്കിൽ അത് ആ ഗ്ലാൻഡ്. പിന്നെ ഇതിന് പുറമെ ഇതിന്റെ പുറകിൽ വേറൊരു ഗ്ലാൻഡ് കൂടി കാണും, ഫാലിക് ഗ്ലാൻഡ് എന്ന് പറയും. ഇതൊക്കെ 6th and 7th സെഗ്മെന്റുകളിലായിട്ടാണ് ഈ ഗ്ലാൻഡുകൾ കാണുന്നത്. ഒരു പിക്ചർ കൂടി നോക്കിയാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കൂ, ഇതേ ടെസ്റ്റിസ്, അതിൽ നിന്ന് ഇറങ്ങി വരുന്നു വാസ് ഡെഫറൻസ്. രണ്ട് വാസ് ഡെഫറൻസും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. ഈ സെമിനൽ വെസിക്കിൾ ഓപ്പൺസ് ഇൻ ടു ദ ഇജാക്കുലേറ്ററി ഡക്ട്. അങ്ങനെ അത് താഴേക്ക് തുറക്കണം. അതോടൊപ്പം നമ്മൾ ഇവിടെ മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഗ്ലാൻഡ് ഉണ്ട് പറഞ്ഞു. അതിന്റെ പുറകിലായിട്ട് ഒരു റോഡ് ഷേപ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, ദാറ്റ് ഈസ് ദ ഫാലിക് ഗ്ലാൻഡ്. ആ ഫാലിക് ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷനും ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. And help for the transfer of sperms. Okay, as sperms discharged during copulation and is deposited into the genital chamber of female. അപ്പോ ആ ഒരു പ്രക്രിയക്ക് ഹെൽപ്പ് ചെയ്യുന്ന അതിനെയാണ് എന്ത് പറയാ, ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ദാറ്റ് ഈസ് ദ ഗോണാപ്പോഫൈസിസ്. അവിടെയാണ് നമ്മൾ ഫാലോമിയർ ഗോണാപ്പോഫൈസിസ് എന്ന് പറഞ്ഞത്. അങ്ങനെ അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കണ്ടില്ലേ, ലെഫ്റ്റ് ഫാലോമിയർ, ഇതിന്റെ ഒരു പെക്യുലിയർ പോർഷൻ കണ്ടോ, അത് സ്യൂഡോ പെനീസ് എന്ന് പറയും. പെനീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സില് പെനീസ് അത് മെയിൽ എന്താണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ഹെൽപ്പ് ഫോർ യൂറിൻ എക്സ്ക്രീഷൻ ആസ് വെൽ ആസ് ഫോർ ദ ജെനിറ്റൽ secretory product are passing through the penis.
അതേ ഒരു ഫങ്ഷനാണ് ഇപ്പൊ ദേ ഇവിടെ ഈ ഫാലോമിയർ ചെയ്യുന്നത് എന്നാണ് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദാറ്റ്സ് അബൌട്ട് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നൗ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതെല്ലാം പറയുന്നത് കോക്രോച്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് 2 ഓവറീസ് ആണ് കാണുന്നത്. 2 ലാർജ് ഓവറീസ്, എ പെയർ ഓഫ് ഓവറീസ്. എവിടെയാണ് ആ ഓവറീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കൂ. കണ്ടോ അതിന്റെ അബ്ഡോമിനില് എത്രാമത്തെ സെഗ്മെന്റ്? 2ാമത്തെ സെഗ്മെന്റ് തൊട്ട് 6ാമത്തെ സെഗ്മെന്റ് വരെ. കുറച്ച് വലിപ്പം കൂടുതലാണ് ഈ ഓവറിക്ക്. അപ്പൊ ഓവറീസ് ആർ ലൊക്കേറ്റഡ് ആൻഡ് ഈച്ച് ഓവറീസ് ഫോംഡ് ഓഫ് 8 ovarian tubules. കണ്ടോ ഇതിൽ ഒന്നും കൂടിയും കാണാം. 8 ovarian tubules ഉണ്ട്. ഓരോ ഓവേറിയൻ ട്യൂബ്യൂളിനെയും ഓവേറിയോൾസ് എന്ന് പറയും. ഓവേറിയോൾസ്. ആ ഓവേറിയൻ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഓവേറിയോൾസ് ക്യാരി ഡെവലപ്പിംഗ് ഓവ. അതിൻ്റെ ഉള്ളില് ചെറിയ ചെറിയ മണിമണി പോലെ ഓവ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിന്റെ താഴേക്കായിട്ട് ഓവിഡക്റ്റ് കാണും. ഈ 2 ഭാഗത്തെയും ഓവറിയിലും ഓരോരോ ഓവിഡക്റ്റ് ഉണ്ട്. കണ്ടോ ഓവിഡക്റ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവിഡക്റ്റ്. അത് രണ്ടും കൂടി യുണൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേര് എ മീഡിയൻ ഓവിഡക്റ്റ് എന്നാണ്. ആ മീഡിയൻ ഓവിഡക്റ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ദ വെജൈന. പേരുകളൊക്കെ പഠിക്കാൻ നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ വരുമ്പോഴും ഇങ്ങനെയുള്ള കുറേ പേരുകളൊക്കെ വരും. അപ്പോ അതിന്റെയൊക്കെ ഫങ്ഷനും അതിന്റെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചും ഡിഫറെന്റ് ആണ്. പക്ഷെ ഇപ്പൊ പേരുകളെങ്കിൽ നമുക്ക് ഈ കോക്രോച്ചിനൊക്കെ ഏകദേശം സെയിം ആയ കുറെ പേരുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഓവിഡക്റ്റ് ആൻഡ് വെജൈന. ഓവിഡക്റ്റ് കണ്ടു, അപ്പൊ ഓവറി കണ്ടു, ഓവിഡക്റ്റ് കണ്ടു, ദെൻ റീച്ച് ഇൻ ടു ദ വെജൈന. അപ്പൊ വെജൈന ഇസ് ദ ജോയിന്റ് പോർഷൻ ഓഫ് 2 ഓവിഡക്റ്റ്. രണ്ടും കൂടി ചേരുമ്പോൾ അതിനെ വെജൈന എന്ന് പറയും. ദാറ്റ് വെജൈന ഓപ്പൺസ് ഇൻ ടു എ ചേംബർ. ആ ചേംബറിന്റെ പേരാണ് ദ ജെനിറ്റൽ ചേംബർ. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ജെനിറ്റൽ ചേംബർ. ഈ ജെനിറ്റൽ ചേംബറിലേക്ക് 2 പ്രത്യേക വേറെ ഭാഗങ്ങൾ കൂടെ വന്ന് തുറക്കുന്നുണ്ട്. The genital chamber is a common opening for another structure called spermatheca. നിങ്ങൾ ഓർക്കണം, സ്പേം എന്നൊക്കെയാണ് അതിന്റെ തുടക്കം. പക്ഷേ spermatheca is a structure present in female. ഫീമെയിലിന്റെ അകത്ത് കാണുന്ന ഒരു സാക്കിലേക്ക് സ്ട്രക്ചറാണ് spermatheca. That spermatheca opens into the genital chamber. ഇനി വേറെ ജെനിറ്റൽ ചേംബറിലേക്ക് തുറക്കുന്ന വേറൊരു സ്ട്രക്ചർ ഏതാ? ഇവിടെ കണ്ടോ ഒരു ട്രീ പോലെ അപ്പുറത്തും. ദാറ്റ് ഈസ് ദ collateral glands. They are the other reproductive glands of the female. ഇപ്പൊ ഫീമെയിലിൽ കാണുന്ന ഒരു ടൈപ്പ് റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആണത്. ഈ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡും ഇതിനകത്തേക്ക് തന്നെയാണ് തുറക്കുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു ജെനിറ്റൽ ചേംബറും പുറത്തേക്ക് തുറക്കുന്നിടത്ത് അതിനും ചെറിയ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ദാറ്റ് ഈസ് കോൾഡ് ഗോണാപ്പോഫൈസിസ് ആൻഡ് ഇറ്റ് ഗാർഡ് ദ ഓപ്പണിംഗ് ഗോണോപോർ. ഓക്കെ, അപ്പോ കോപ്പുലേഷൻ നടക്കുമ്പോൾ, കോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താ ഡെപ്പോസിഷൻ ഓഫ് സ്പേംസ് ഇൻ ടു ദ ഫീമെയിൽ പോർഷൻ. അപ്പൊ ഫീമെയിലില് ആ സ്പേംസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, മെയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന സ്പേംസ്, അത് മെയിൽ കൊണ്ടുവന്നിട്ട് ഈ ജെനിറ്റൽ ചേംബറിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ജെനിറ്റൽ ചേംബറിൽ വന്നു ചേരുന്ന സ്പേംസ് ജസ്റ്റ് മൂവ് ആൻഡ് കളക്റ്റഡ് ഇൻ ദ സ്പെർമാത്തിക്ക. ഈ സ്പെർമാത്തിക്കയിൽ പോയി അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഓവം ഈ ഓവറിയില് ഓവേറിയൻ ട്യൂബ്യൂളിൽ ഓവം ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന ഓവം ഇതിൽ നിന്ന് എന്താണ് റിലീസ് ചെയ്ത് ഓവിഡക്റ്റിൽ കൂടെ വന്ന് മീഡിയൻ ഡക്റ്റിൽ എത്തി അവിടെ നിന്ന് ജെനിറ്റൽ ചേംബറിലേക്ക് എത്തുമ്പോൾ same time the spermatheca release the sperm into the genital chamber. Then fertilization takes place in the genital chamber. Then which type of fertilization take place in cockroach? As the internal fertilization present. ഒന്നുകൂടി നോക്കൂ, നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ദ ഓവറി കണ്ടില്ലേ, ഓവേറിയൻ ട്യൂബ്യൂൾ. ഓവേറിയൻ ട്യൂബ്യൂളിന് ഓരോ പ്രത്യേക ഭാഗത്തിനും ഓരോരോ പേരൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഓവറിന്ന് പഠിച്ചാൽ മതി. അത് 8 ഓവേറിയൻ ട്യൂബ്യൂൾസ് ചേർന്നിട്ടാണ്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ 2 കൈകൾ ഇങ്ങനെ നിൽക്കില്ലേ, നമ്മള് ഇപ്പൊ LICയുടെ ഒക്കെ ചിഹ്നം പോലെ, അങ്ങനെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. മറ്റേ മെയിലിനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുരുമുളക് രീതി നിൽക്കണ പോലെ ഇത് ഇങ്ങനത്തെ ഒരു ചിഹ്നം, വെൽക്കം എന്നുള്ള ചിഹ്നം പോലെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് രണ്ടും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിർത്താൻ പറ്റും. അഗെയിൻ വി കണ്ടിന്യൂ. ദ ഓവറി
that ovary leads into oviduct, and two oviduct joins to the median tube, the vagina, which opens into the genital chamber. Into the genital chamber, the spermatheca opens as well as the collateral gland opens. ഇതാണ് ഓവം കണ്ടോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ആ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ഇത് ഓരോന്ന് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇനി അപ്പൊ സ്പേമും ഓവവും തമ്മിൽ ഇവിടെ വെച്ച് എന്ത് നടന്നു? ഫ്യൂഷൻ നടന്നു. ഈ ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ അതിനെ എന്ത് പറയും? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് പറയും. അപ്പൊ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം, ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് sperm and ovum, and it occurs in the genital chamber of female cockroach. അതുകൊണ്ട് internal fertilization take place in cockroach. അങ്ങനെ ഉണ്ടായ ആ ഫെർട്ടിലൈസ്ഡ് പ്രൊഡക്റ്റ് ഒരു 10-16 ഒരുമിച്ച് ഒരു സാക്ക് പോലെ ഒരു സ്ട്രക്ചറായി അത് കൺവേർട്ട് ചെയ്യും. കണ്ടോ കോക്രോച്ചിന്റെ പുറകിൽ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അതിന്റെ എഗ്സ് ക്യാരി ചെയ്യുന്ന സാക്കാണ്. കണ്ടോ ഒരു പേഴ്സ് പോലെ ഇരിക്കണണ്ട, ആ എഗ്സ് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കും അത്. ദാറ്റ് ഈസ് കോൾഡ് ഊത്തിക്ക. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഊത്തിക്ക. അപ്പൊ എന്താണ് ഊത്തിക്ക? ഇസ് എ എഗ് കേസ്. എഗ് കേസ് ഹെൽപ് ടു പ്രൊട്ടക്ട് ഫെർട്ടിലൈസ്ഡ് എഗ്സ്. അപ്പൊ എഗ് കേസിന് വേണ്ട ആ കവറിങ് ഉണ്ടാക്കുന്നത് ആരായിരുന്നു? കൊളാറ്ററൽ ഗ്ലാൻഡ്സ്. നമ്മൾ തൊട്ട് മുമ്പത്തെ പിക്ചറിൽ കണ്ടു കൊളാറ്ററൽ ഗ്ലാൻഡ്സ് ആ എഗ്, ഫെർട്ടിലൈസ്ഡ് എഗിന്റെ ചുറ്റിനും ഇതുപോലെ ആ പേഴ്സ് പോലെ ഒരു എഗ് കേസ് ഉണ്ടാക്കും. ആ എഗ് കേസിന്റെ പേരാണ് ഊത്തിക്ക. It is about 8 millimeter in length and deposited in suitable place by female. Usually a female produce 9 to 10 ഊത്തിക്ക. അതിന് അങ്ങനെ മാറി മാറി അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. There will be 14 to 16 fertilized eggs in each ഊത്തിക്ക. ഓരോ ഊത്തിക്ക ഉണ്ടാവുമ്പോഴും അതിലിങ്ങനെ ഒരു 10-16 എഗ്സ് ഉണ്ടാവും. കാരണം 2 ഭാഗത്ത് 8-8 16 എഗ്സ് ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. അപ്പൊ അതൊക്കെ ഈ ഊത്തിക്കയിലേക്ക് കോൺട്രിബ്യൂട്ടഡ് ആവും. എഗ്സ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ ഊത്തിക്ക. അങ്ങനെയാണ് നമ്മുടെ കോക്രോച്ച്. അപ്പൊ ഫീമെയിൽ ക്യാരീസ് ഊത്തിക്ക ഓൺ ഹെർ അബ്ഡമൻ ഫോർ എ ഷോർട്ട് പീരീഡ്. കുറച്ച് നാളത്തേക്ക് അതിങ്ങനെ കൊണ്ടുനടക്കും. ഈ ഫീമെയില് ഈ ഊത്തിക്കേനെ ഇങ്ങനെ കൊണ്ടുനടക്കും. കണ്ടില്ലേ നേരത്തെ നമ്മളെ പിക്ചർ? അതങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? യൂഷ്വലി എ ഡേ ഓർ 2 ബിഫോർ ദ ഹാച്ചിങ് അതുവരെ അത് കൊണ്ടുനടക്കും. എന്നിട്ട് ജസ്റ്റ് ബിഫോർ ഹാച്ചിങ് ഇറ്റ് ഡെപ്പോസിറ്റ് ഇറ്റ് ഇൻ എ വാം ഹ്യൂമിഡ് ലൊക്കേഷൻ. ഏതെങ്കിലും നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയി അതിനെ ഡെപ്പോസിറ്റ് ചെയ്യും ഊത്തിക്ക. അപ്പൊ ഹാച്ച് ചെയ്യാറാവുമ്പോഴാണ് സാധാരണ അത് കൊണ്ടുപോയി അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുക. അതുവരെ ഇറ്റ് ക്യാരി ഹെർ എഗ്സ് in a sac-like structure called ഊത്തിക്ക and attaching to her abdomen. അതുകൊണ്ട് ഇറ്റ് ലേ എഗ്സ് അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് കുറെ നാൾ കൊണ്ടു നടന്നിട്ടാണ് ആ എഗ്സ് ലേ ചെയ്യുന്നത്. എന്നാലും അതിനെ പറയാ ഒവി പാരസ് എന്നാണ്. കോക്രോച്ചിനെ എന്താ പറയാ? ഒവി പാരസ്. ദേ ആർ എഗ് ലേയിങ് വൺസ്. ഒവി പാരസ്. ഓക്കെ. ഇനി ആ എഗ്സ് ഹാച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി ഇത് ഹാച്ച് ചെയ്യുക കണ്ട പേഴ്സ് തുറന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഇതിങ്ങനെ ഹാച്ച് ചെയ്ത് നിന്ന് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന ആളെ എന്താ പറയാ? ന്യൂലി ഹാച്ച്ഡ് കോക്രോച്ചസ് ആർ വിംഗ്ലെസ് കോക്രോച്ചസ്. വിംഗ്ലെസ് കോക്രോച്ചസ്. അപ്പൊ വിംഗ്ലെസ് കോക്രോച്ചസ് ആർ നോൺ ആസ് നിംഫ്. നിംസ് എന്നാണ് അതിനെ പറയാം. വാട്ട് ആർ നിംസ്? ദേ ആർ വിംഗ്ലെസ് കോക്രോച്ചസ് ആൻഡ് ദേ മോൾഡ് സെവറൽ ടൈംസ് ടു ബിക്കം അഡൽറ്റ്. ഇനി ഡെവലപ്മെന്റ് പറഞ്ഞ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇതിൽ കണ്ട ഈ 2 അഡൽറ്റ് അതിൽ നിന്ന് എഗ് ഉണ്ടായി. കണ്ടോ നിംഫാണിത്. ഈ നിംഫ് അഡൽറ്റ് ആയില്ലല്ലോ. ഇല്ല, അതിന് വിങ്സ് ഒന്നും ഇല്ല. മാത്രല്ല അതിന്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസും ഡെവലപ്ഡ് ആയിട്ടില്ല. ഇനി ഇത് ഡെവലപ്ഡ് ആവണം. അതിന് കുറെ മോൾട്ടിങ്, അതിന്റെ റിമൂവൽ ഓഫ് അതിന് എക്സോസ്കെലട്ടൻ, ദാറ്റ് ഈസ് കോൾഡ് മോൾട്ടിങ്, അതൊക്കെ കഴിയണം. അങ്ങനെയാണ് അത് അഡൽറ്റ് ആവുക. അങ്ങനെ അഡൽറ്റ് ആവുന്ന പ്രക്രിയ is a metamorphosis, that a conversion of larva. It is a larva, the nymphal larva. Okay, that will convert into adult. That is called metamorphosis. Because of a nymph stage is present, this metamorphosis is incomplete metamorphosis and is otherwise known as porometabolous. എന്നാണ് അതിനെ പറയുന്ന വേറൊരു വേർഡ്, porometabolous. അപ്പോൾ നമ്മുടെ കോക്രോച്ച് അതിന്റെ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ 3 ഡെവലപ്മെന്റൽ ഫേസസ്. എഗ് ഉണ്ട്, നിംഫ് ഉണ്ട്, അഡൽട്ട് ഉണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് കോക്രോച്ച്. ഈ കോക്രോച്ച് ഡേഞ്ചറസ് ആണോ?
നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ആക്ട് ആസ് എ പെസ്റ്റ് ആസ് വെൽ ആസ് എ വെക്ടർ. ഒരു 4600 സ്പീഷീസ് ഉണ്ട് ലോകത്തിൽ എന്നാണ് പറയുന്നത്. അതിലൊരു 30 കോക്രോച്ച് സ്പീഷീസും ഹ്യൂമൻ ഹാബിറ്റാറ്റ്സിൽ കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ വീടുകളിൽ ഏതെല്ലാം ടൈപ്പ് കോക്രോച്ചസ് ഉണ്ട് എന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം കേട്ടോ. ആൻഡ് യൂസ്ഡ് ആസ് എ ലബോറട്ടറി സ്പെസിമെൻ. അത് അതിന്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ്, നമുക്ക് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയാൻ നമുക്ക് ഇതൊക്കെ പറയാം. ചില ആളുകൾ ഇതിനെ ഫുഡായിട്ടൊക്കെ ഉപയോഗിക്കൂലേ. ആൻഡ് ദേ ആർ ട്രീറ്റഡ് ആസ് പെസ്റ്റ് ബിക്കോസ് ദേ സ്പോയിൽ ഫുഡ് ആൻഡ് കണ്ടാമിനേറ്റ് ഇറ്റ് വിത്ത് ദെയർ സ്മെല്ലി എക്സ്ക്രീറ്റ. നമുക്കറിയാം കോക്രോച്ച് കയറി ഇറങ്ങി പോയിട്ടുള്ള സ്ഥലമൊക്കെ അല്ലെ, അതിന്റെ സ്മെല്ലി എക്സ്ക്രീറ്റ, അത് യൂറിക് ആസിഡ്. ഓക്കെ, then they are treated as vectors. Then cockroaches are unhygienic scavengers of human settlements എന്നൊക്കെ അതിന് പറയും. And considered to be an allergen source and asthma trigger. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ല, ഒരു അവയർനെസ്സിന് ടീച്ചർ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കോക്രോച്ച് ആയതുകൊണ്ട് കോക്രോച്ചിനെ നമുക്കൊന്ന് മാറ്റി നിർത്താൻ, കാരണം അത് സ്റ്റഡീസ് പറയുന്നത് അതിന് സിട്രസിന്റെ സ്മെൽ അത്ര ഇഷ്ടമല്ലാത്ത. അപ്പോ അതിന്റെ ഉണങ്ങിയ സിട്രസ് അങ്ങനെ പീൽസ് ഒക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടുക, അല്ലെങ്കിൽ സിട്രസ് സെന്റഡ് ക്ലീനേഴ്സ് ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് കോക്രോച്ചിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാം. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ ഈ ബേക്കിംഗ് സോഡയുടെ ഒരു ഉപയോഗം കേട്ടിട്ടില്ലേ നിങ്ങൾ? കുറച്ച് ഷുഗറും കുറച്ച് ഗോതമ്പ് മാവൊക്കെ കൂട്ടി കുഴച്ച് ഈ ബേക്കിംഗ് സോഡ കുഴച്ച് വെച്ചാൽ ഇയാള് പെട്ടെന്ന് ചത്തുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് കോക്രോച്ചസ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു ചിൽഡ്രൻ.